ഓണം വന്നു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. പൂവിടാലോ 10 ദിവസവും. ആ ചെറുപ്പത്തിലെ ത്രില്ല് എനിക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. ആ പൂ പറിക്കാൻ പോകുന്നതും പൂവിടുന്നതും. ഇപ്പൊ പറിക്കാൻ പോകാനൊക്കെ എവിടെന്നാ ടൈം? വാങ്ങിയിട്ട് കൊണ്ട് പൂ വിടുക തന്നെ. പക്ഷെ എന്നിരുന്നാലും ഇതൊക്കെ കൊണ്ട് കാണുമ്പോ ഒരു സന്തോഷം. മൃദു, മൃദു. ആ, ഞാൻ വിളിച്ചു മോളെ. പൂവിടാൻ വേണ്ടി വിളിച്ചതായിരുന്നു. ഞാൻ ഇത്തിരി വൈകിപ്പോയി എണീക്കാനായിട്ട്. അത് സാരില്ല. ഞാനിപ്പോ ഇങ്ങനെ ഇട്ടു. അമ്മ ഇങ്ങനെ വട്ടത്തിൽ തന്നെ എപ്പോഴും ഇടുന്നത്? എനിക്ക് അതിനെ ടൈം കിട്ടുള്ളൂ അങ്ങനെ ഇടാൻ വേണ്ടിട്ട്. അതിനാ ഞാൻ നിങ്ങളെ വിളിച്ചത്. വന്നു കഴിഞ്ഞാ സമയം നാളെ അങ്ങനെ ഇട്ടോ. ഒരു സമയം വൈകിപ്പോയി. ഇനി പൂവിടം വൈകണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം ഒന്ന് ഇട്ടതാ. ഞാൻ ഇങ്ങനെ തന്നെ ഇടലേ. ഞാൻ അവിടെ വേറെ കളർ കൊടുത്തരുന്നു മോളെ. അവിടെ ആ വൈറ്റ് പൂവിടണ്ട, ഇതിട്. ആ ഗ്യാപ്പിൽ, ഇത്രയും ഗ്യാപ്പില് അതിട്ട് കൊടുക്കുക. അച്ഛൻ അണിച്ചിട്ടുണ്ടല്ലോ. അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. സുധേറ്റാ കുളിക്കായിരിക്ക. ആയിക്കോട്ടെ മോനോട് വെച്ചാ നമുക്ക് എടുത്തിട്ട് വരാം. ആ, ഇങ്ങനെയാണോ പൂവിടുന്നത്? ഇന്നലെ ഞാൻ കാണിച്ചെന്ന മോഡൽ ഇട്ടപ്പോരെ. അല്ല, അവൾ ഇത്രയും നേരം ഉറങ്ങി മോനെ. ഉറങ്ങി എണീറ്റേ ഉള്ളൂ. അപ്പോഴേക്കും സമയം വൈകുമ്പോ ഞാനങ്ങ് വെച്ചതാ. ചേച്ചിയൊക്കെ ഉള്ള സമയത്ത് ആ പണ്ട് ചേച്ചി പോകുന്നതിന് മുന്നൊക്കെ അടിപൊളിയായിട്ട് പൂവിടലുണ്ടായിരുന്നു. ഇവർ രണ്ടാളും കൂടി ഇടുമ്പോളെ ചെറുപ്പത്തില് ഇവർ ഇവിടെയൊക്കെ പോയി പൂ പറിച്ചിട്ട് വന്ന് രണ്ടാളും കൂടി ഭംഗിയിൽ അങ്ങ് പൂവിടും. പിന്നെ അവളുടെ കല്യാണം കഴിഞ്ഞു, പിന്നെ ജോലിയും കിട്ടിയപ്പോ പിന്നെ ഞാൻ ഈ വട്ടറിൽ എങ്ങനെ ഇടില്ലല്ലേ പൂവ്. അതിങ്ങനെ മോഡലായിട്ടൊന്നും ഞാൻ ഇടില്ല. എനിക്ക് സമയമില്ല. ഇവർക്കെല്ലാം പാത്രത്തിൽ ഓരോ വേണ്ടതൊക്കെ സാധനങ്ങളാക്കി കൊടുക്കണം. പിന്നെ പൂവിടല് 10 ദിവസം ഇവിടെ വന്നാലും ഫുൾ തിരക്കാ. പിന്നെ ജാനകി അപ്പോഴും സഹായിക്കാൻ വരുന്നുണ്ടായിരുന്നു കേട്ടോ. പണ്ടേ അമ്മേനെ നല്ലോണം ഹെൽപ്പ് ചെയ്യുന്ന. ആണോ? പണ്ടേ വരലുണ്ടോ ഇവിടെ? ഉണ്ട് മോളെ. ഇവര് ചെറുപ്പത്തിൽ തന്നെ ജാനകി ഇവിടെ വരലുണ്ട്. നല്ലൊരു പെരുമാറ്റം, നല്ല സ്വഭാവമാ. ഇവിടെ തന്നെ പണിയെടുക്കുക അവള്. പിന്നെ എന്തെങ്കിലും ചെറിയ പണി ഉണ്ടെങ്കിൽ നമ്മുടെ അടുക്കൽ തുടക്കലൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവള് പോവുകയായിരുന്നു. ഇപ്പൊ പിന്നെ കുറെ ഇവിടെ തന്നെ അങ്ങനെ പണിയെടുക്കാൻ ഇപ്പൊ അവൾക്ക് അങ്ങനെ വയ്യാണ്ടായി. ഇപ്പൊ നമ്മളെ പണിയെടുക്കും. അത് തന്നെ. ഇപ്പൊ ഒരു ചെറിയ ഇതല്ലേ വയ്യ അവൾക്ക് അത്രയ്ക്കുള്ളത്. അപ്പൊ വേറെ പണിക്കൊന്നും പോവില്ല, നമ്മുടെ അവിടെ തന്നെ. തീരെ വയ്യ. നല്ല പണിയെടുക്കുന്നത്. ഇവിടത്തെ പണിയും കഴിയും വേറെ വീട്ടിലൊക്കെ പോവുമായിരുന്നു അവള്. മതി. അതെ. നിങ്ങള് പൂവിട്ട് കഴിഞ്ഞ് ഞാൻ കുളികഴിഞ്ഞ് തന്നെ പൂവിടാൻ വേണ്ടി വരും. ആ, നല്ല കാര്യം. സമയം 10 മണിയായിട്ടോ. ഞാനങ്ങ് പൂവിട്ടു. അമ്മ വിശക്കുന്നല്ലോ. ജാനകി വന്നില്ല? അതാ ഞാനും നോക്കുന്നു മോളെ. ഇത്രയും നേരം ജാനകിനെ കാണുന്നില്ല. അവളെവിടെ? മോളെ 2 ഓല എടുത്തിട്ട് വാ. ഇവിടെ കൊറേ സമയം അടുപ്പിങ്ങനെ ഊതുന്നു. എനിക്ക് പണിക്ക് പോകേണ്ടതല്ലേ. അടുപ്പിങ്ങനെ കത്തുന്നില്ല മോളെ. പിന്നെ ഏതാ മഴ വരുന്നു. ഞാനിപ്പോ പോകും കേട്ടോ. മഞ്ചേഷിന്റെ അവിടെ ചോറടുപ്പത്ത് വെച്ചിട്ടുണ്ടേ. എനിക്ക് സമയമില്ല മോളെ. ഇന്ന് സമയം ഒരുപാട് വൈകി. എനിക്കൊന്നും കഴിയത്തില്ല. എന്തെങ്കിലും ഒന്നും ചെയ്യാൻ സ്കൂളില്ലാത്തതല്ലേ. എന്തെങ്കിലുമൊക്കെ പണിയെടുക്കണം വീട്ടില്. പിന്നെ കറി വെക്കാൻ ഒന്നുമില്ല. 2 മുളക് പറിച്ചോട്ട് മോളെ. പിന്നെ വഞ്ചിച്ച് എന്തെങ്കിലും കറി വെക്കാൻ കൊണ്ടുവന്നാലും അല്ലെങ്കിൽ കറി ഏതാന്നാ ഞാൻ കൊണ്ടുവരാം. എന്നാ അമ്മ ഒരു കാര്യം ചെയ്യും, 2 മുളക് വറുത്ത് വെക്ക്. അമ്മ വരണമെങ്കിൽ 3 മണിയാവൂലേ? അതുവരെ ഞാൻ വിശന്നിരിക്കണ്ടേ? മോളെ മുളക് ലേശം ഇടുക, എന്നിട്ട് ലേശം ഓൾസാക്കുക, എന്നിട്ട് ഉപ്പ് ഇടത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് വേവിച്ചാൽ മതി. അത് അമ്മ ചെയ്ത് തന്നെ. എന്നിട്ട് ഞാൻ വരുന്നവരെ കാത്തിരിക്കാം. അവിടെ കറി എന്തെങ്കിലും വഞ്ചിച്ചാൽ ഞാൻ കൊണ്ടുവരാന്ന. പിന്നെ വിശന്നിരിക്കണോ? സമയമില്ലാണ്ടാ കുട്ടി. എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ കുട്ടികള്. എന്നാ അമ്മ ഞാൻ മുളക് വരച്ചരാം. അമ്മ വേഗം ചമ്മന്തി അരച്ചതാ. അമ്മ നമ്മളൊന്നും വാങ്ങിയില്ലല്ലോ പായസം വെക്കാൻ.
പായസം വെക്കാനോ? നമുക്ക് എന്തിനാ മോളെ പായസം? എപ്പോഴെങ്കിലും പഞ്ചേച്ചിയൊക്കെ ആരെങ്കിലും അവിടെ വന്ന ഉണ്ടാക്കിയിട്ടൊക്കെ അവിടെ തരുന്നില്ലേ? അതൊക്കെ പോരെ. ഇനിയിപ്പൊ നോക്കട്ടെ, പഞ്ചേച്ചിനോട് ഇഷ്ടം പോലെ പൈസ വാങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും 1000, 500, 2000 എന്തെങ്കിലും മേടിക്കായിരുന്നു. ഇനിയിപ്പൊ അതും ചോദിക്കാൻ പറ്റില്ല. എത്ര പൈസ വീടിന്റെ വാടക കൊടുക്കാൻ വേണ്ടി നമ്മൾ മേടിച്ചിരിക്കുന്നത്. ആ ചേച്ചിയോടെ തിരിച്ചും ചോദിക്കില്ല. എന്നിരുന്നാലും മാസം ശമ്പളം തരുമോ? ശമ്പളവും നേരത്തെ വാങ്ങി. ഞാൻ നോക്കട്ടെ മോളെ. ഇതാ അമ്മ ഞമ്മക്ക് എപ്പോഴും കഷ്ടപ്പാട്. എന്റെ ഫ്രണ്ട് ആമിയുടെ അച്ഛൻ നല്ല 2 കവർ നിറച്ചും ഡ്രസ്സ് എടുത്തിട്ടാ വന്നത്. എന്നിട്ട് അവൾ എനിക്കത് കെട്ടി കാണിച്ചപ്പോ എനിക്ക് സങ്കടമായി. മോളെ എല്ലാവരും ആദ്യമൊക്കെ കഷ്ടപ്പെടുക. പിന്നീട് എല്ലാവരും കുട്ടികൾ വലുതായി ജോലിയൊക്കെ കിട്ടിയിട്ടാണ് പിന്നെ എല്ലാം ആകുന്നത്. അപ്പൊ അത് പോട്ടെ, മോള് ചെറിയ കുട്ടിയല്ലേ, ജോലിയൊക്കെ കിട്ടണേന് കുറച്ച് താമസം പിടിക്കില്ലേ. പിന്നെ മാമൻ ഇന്നലെ അമ്മനെ വിളിച്ചിട്ടുണ്ടായിരുന്നു മോൾക്ക് ഡ്രസ്സും കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട്. ചിലപ്പോ കൊണ്ടുവരികയാണെങ്കിലോ? അതല്ല അമ്മ, മാമനല്ലേ പറഞ്ഞ വിഷുവിന് ഡ്രസ്സ് തരുന്ന, എന്നിട്ട് വിഷുവിന് തന്നോ? ഇല്ലല്ലോ, എനിക്ക് വിശ്വാസമൊന്നുമില്ല. പക്ഷെ കൊണ്ടുവരും മോളെ മാമൻ. അല്ലെങ്കിലില്ലേ മോൾക്ക് വേറൊരു ഡ്രസ്സും കൂടി ഇല്ലേ, അത് ഇടാം കേട്ടോ. എനിക്ക് ഉറപ്പാ മാമൻ ഡ്രസ്സും കൊണ്ട് വരുന്നു. വിഷുവിന് വിഷുവിന് അവരടുത്ത് പൈസ ഇല്ലാണ്ടല്ലേ. അവരും നമ്മളെ പോലുള്ള ആൾക്കാരല്ലേ മോളെ. ചിലപ്പോ ഓണത്തിന് എന്തായാലും കൊണ്ടുവരാതിരിക്കില്ല. വിഷുവിന് കൊണ്ടുവരാൻ പറഞ്ഞ് പറ്റിച്ചു, ഓണത്തിന് കൊണ്ടുവരാൻ പറ്റിക്കുവോ? മാമൻ എന്തായാലും കൊണ്ടുവരും. അമ്മ പോട്ടെ. ശരി അമ്മ, അമ്മ വേഗം വരണേ. നല്ല മഴയായി പോയില്ലേ ഓണമായിട്ട്. അയ്യോ, ആ വാഴ മൂത്തിട്ടില്ലാലോ, അതങ്ങ് പോയല്ലോ, വീണല്ലോ. ഏട്ടാ ബഞ്ചേ, ജാനി വന്നല്ലോ. ആ ചേച്ചി, ആ ജാനകി എത്തിയോ? ജാനകി, ഒന്ന് വേഗം മക്കൾക്ക് ദോശ ഉണ്ടാക്കി കൊടുക്കും. ഞാൻ ചട്നിയൊക്കെ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അവർക്ക് വിശക്കുന്ന എത്ര സമയം? 10 മണിയായില്ലേ? ആ, ദോശ വെച്ച് കൊടുക്കാം. നീ ഇന്ന് വൈകിയില്ലേ? മഴയായ കാരണം പിന്നെ കൊടയും ഇല്ല, നല്ല മഴയല്ലേ, അത് കാരണം വൈകിപ്പോയതാ. എന്ത് വെയിറ്റ് അത്? എന്തൊരു കഷ്ടാട്ടാ. മഴയില്ലെങ്കിൽ അത്ര തന്നെ. ഒരു ഓട്ടോ പോലും ഈ വഴിക്ക് വരില്ല എന്ന് വെച്ചാ. ചെയ്യാനാ? ജാനേച്ചി മോക്ക് എന്തെങ്കിലും കൊടുത്തീനോ? മോൾക്ക് ഉണ്ടാക്കി കൊടുത്തു മോളെ. ലേശം പത്തിരി ഉണ്ടാക്കി കൊടുത്തിട്ട് വന്നതാ ഞാൻ. വിശന്നിട്ട് വയ്യ, വേഗം ആക്കി. ആ, കഴിഞ്ഞപ്പോ ചട്നി ആയിരുന്നു. ചട്നി അമ്മ അരച്ചു വെച്ചിരിക്കുന്നു. ആണല്ലേ? വേഗം ദോശ ഉണ്ടാക്കി തരാം. ജാനി ഇന്ന് മീന്. ആ, ഇതായിട്ട് അതിൽ വെച്ചോളെ മീൻ. മക്കളെ കഴിക്കാനിരുന്നോട്ടോ, ഇപ്പൊ കൊണ്ടുവരാ ദോശ. ഉണ്ടാക്കി കഴിഞ്ഞു. കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്ത ശേഷമേ പിന്നെ ആ പാത്രം എടുത്ത് അരിച്ചാക്കി ഒന്ന് കൊട്ടി വെക്കേട്ടോ. പിന്നെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഓരോ സ്ഥലത്തങ്ങ് ഓരോസാക്കി വെക്കും. ആ, ഞാനിപ്പോ അരി കൊട്ടി വെക്കാം ചേച്ചി. ഞാൻ മക്കൾക്ക് ആരും കഴിക്കാൻ കൊടുക്കട്ടെ. അച്ഛാ, ഏട്ടാ. എടുക്കുമോളെ. ഏട്ടാ വാ, മതി. ഒന്ന് ദോശ. അമ്മ എവിടെ? അമ്മ മേലെയാണോ? അമ്മ കഴിക്കില്ലേ? അമ്മേ, അമ്മേ വാ കഴിക്കാം. ശരി. ആ, എന്താ വരുന്നു മോനെ? ചേച്ചി വിളിച്ചതായിരുന്നു. നിങ്ങൾ കഴിക്കാം, ഞാൻ കഴിക്കാം. ജാനേച്ചി എന്തെങ്കിലും കഴിച്ചാണോ? ഞാൻ കഴിക്കാം മോളെ, നിങ്ങൾ കഴിക്കാം. മോളെ അവിടെ വെച്ചോ, ഞാൻ കഴുകാ. വേണ്ട ജാനേച്ചി, ജാനേച്ചി പോയി ഭക്ഷണം കഴിക്ക്. ഇത് 2 പ്ലേറ്റല്ലേ ഉള്ളൂ.
ഏട്ടാ നമുക്കൊന്ന് ഓണക്കോട്ട് എടുക്കാൻ പോണ്ടേ? അമ്മേ, ചേച്ചിന്റെ മക്കൾക്കൊക്കെ എടുക്കണ്ടേ? അല്ല, ജാനിയത്തെ ഓണക്കോട്ട് എടുത്തോ? ഇല്ല മോളെ, ഓണക്കോടി ഒന്നും എടുത്തിട്ടില്ല. മോൾക്കോ? മോൾക്കും എടുത്തിട്ടില്ല. അവള് പറയലുണ്ട്, അമ്മ സ്കൂളിൽ വരുന്ന കുട്ടികളൊക്കെ ഓണക്കോടി എടുത്തു പറയുന്നു. അതാ ഞാൻ നോക്കുന്നത്. ഇന്നലെ ഓണ സെലിബ്രേഷൻ എന്തോ അല്ലായിരുന്നു പിള്ളേർ? ആ, ഇന്നലെ ഉണ്ടായിരുന്നു. അതിന് 100 രൂപ കൊടുക്കണം പറഞ്ഞു. അപ്പൊ അവള് പറഞ്ഞു ഞാൻ പോകുന്നില്ല എന്നുള്ളത്. ഓ, ഞങ്ങൾ ഓണക്കോട്ട് എടുക്കാൻ പോവാ. ആണോ? ശരി. ഞങ്ങൾ വേറെ പോകുന്നു, അമ്മ വേറെ പോകുന്നുണ്ട്. ചേച്ചീന്റെ മക്കൾക്ക് ഇപ്പൊ ഇവിടെയാണ്. ആ, ചേച്ചി ഇപ്പൊ ഡൽഹിയിൽ നാട്ടിൽ വന്നിട്ടുണ്ടല്ലോ അല്ലെ? കുഞ്ഞു മോൾക്കും മോനൊക്കെ എടുക്കണം. പിന്നെ ഞങ്ങൾ വേറെ പോവാ. കാരണം എന്റെ അച്ഛനും അമ്മയ്ക്കും എന്റെ അനിയത്തിന്റെ കുട്ടിക്കൊക്കെ വേറെ എടുക്കാം. അപ്പൊ എല്ലാരും കൂടെ പോയാലേ ഇന്ന് തിരക്കായിരിക്കും അല്ലെങ്കിൽ തന്നെ. അതെ, ഇതിപ്പോ തിരുവോണം മറ്റന്നാളെ വെച്ചിട്ട് ഇന്ന് പോകേണ്ട കാര്യം ഞാൻ പറഞ്ഞു തരണോട്. കുറച്ചു ദിവസം മുന്നേ പോവാന്ന്. അതാവില്ല, ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴേ. പിന്നെ ഞങ്ങളാണെങ്കിൽ ഫസ്റ്റത്തെ ഓണം ഇവിടെ ആയിരിക്കും. തിരുവോണത്തിന് ചേച്ചിന്റെ അവിടേക്ക് പോകും. ചേച്ചിന്റെ അവിടെ കൂടാന്നാ പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഇവിടെ പോകുന്നുണ്ടാവും. ഞങ്ങൾ എല്ലാരും പോകും. ചെറിയ ഓണം നമ്മൾ ഇവിടുന്ന് കൂടിയിട്ട് വീട്ടിൽ നിന്ന് എന്തായാലും ഒരു ഓണം കൂടണല്ലോ. അതുകൊണ്ടാണ് അമ്മ പറഞ്ഞത്. ഈ അമ്മ ഇവിടെ പോയി. പറ്റിയ മോൾക്ക് എന്തെങ്കിലും ഒരു ഡ്രസ്സ് എടുക്കണം എന്നുണ്ട്, നോക്കാം. ചേച്ചി വിളിക്കണ്ടല്ലോ, ഞാൻ ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ. അമ്മേ, എന്താ മോളെ? ആകെപ്പെടെ 2 തേങ്ങ കാണുന്നുള്ളൂ. ഓണത്തിന് നമുക്ക് തേങ്ങ വേണ്ടേ? ഓ, ആ കാര്യം ഞാൻ വിട്ടുപോയി. ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഭാഗ്യം തേങ്ങ പറിച്ചിട്ട് ഞാൻ കൊണ്ട് 25 തേങ്ങ വാങ്ങിക്കാം. ചോദിക്കട്ടെ അമ്മ. ഭാഗ്യ, എന്താ വഞ്ചേച്ചി? ഇവിടെ ഉണ്ടോ നീയേ? ആ, ഇവിടെ ഉണ്ട്. പിന്നെ ഭാഗ്യ, തേങ്ങയുണ്ടോ ഇവിടെ? ഒരു 25 തേങ്ങ ഉണ്ടെങ്കിൽ തരുവാ. എനിക്കിപ്പോ മൃദു പറഞ്ഞിട്ടാ ഓർമ്മ, അമ്മ തേങ്ങയില്ല, 2 തേങ്ങയല്ലേ ഉള്ളൂ പറഞ്ഞിട്ട്. തേങ്ങ പറിച്ചതുണ്ടോ? തേങ്ങ ഉണ്ടല്ലോ വഞ്ചേച്ചി, എത്ര എണ്ണം വേണം? ഒരു കാര്യം ചെയ്യും ഭാഗ്യ, 25 തേങ്ങ എടുത്തൊന്ന് ഇപ്പുറത്തിടുവോ? ആ, ഇടാലേച്ചി, ഇപ്പൊ ഇടാട്ടാ. ചേച്ചി 25 ഇട്ടിട്ടുണ്ട്. 25 ഇട്ടു അല്ലേ? എന്നിട്ട് ഭാഗ്യ, അതില് കഴിഞ്ഞ മാസത്തെ പോലെ തന്നെ ഉണ്ട്. ഇതില് 375 ഉണ്ട്. പിന്നെ 5 രൂപ കുറവുണ്ടോ? ഞാൻ തരാട്ടാ. ശരി എന്നാ, ശരി. മോളടുത്തേക്ക് പോകണം. 10 തേങ്ങ അവൾക്ക് കൊണ്ട് കൊടുക്കാലോ. ശരി എന്നാ. അമ്മ തേങ്ങ കിട്ടിയില്ലേ? ആ, തേങ്ങ കിട്ടി മോളെ. അതൊരു സമാധാനമായി. അല്ല, തേങ്ങയുമായി ഇരുന്നത് ഡ്രസ് എടുക്കാൻ പോണ്ടേ? മോളെ, ഡ്രസ് എടുക്കാൻ പോണില്ലേ? ആ, പോണച്ചാ. ഏട്ടാ ഡ്രസ് എടുക്കാൻ പോണ്ടെങ്കിൽ ഉച്ചയ്ക്ക് തിരക്കായിരിക്കൂ. നല്ലൊരു കാര്യം ചെയ്യാന്നാ, ഞങ്ങൾ വരുന്നില്ല. ഞങ്ങൾ എല്ലാരും കൂടി പോയിട്ട് ആവില്ല മോളെ, ഇവിടെ കുറെ പണികളുണ്ട്. ഓണമല്ലേ വരുന്നത്. പിന്നെ എനിക്ക് സെറ്റ് മുണ്ട് എടുക്ക്. അച്ഛനൊരു പാൻറ്, അച്ഛന് കറുപ്പ് എടുക്കണ്ട കേട്ടാ. വേറെ നല്ല ലൈനായിട്ടുള്ളത് എടുക്കുക, എപ്പോഴും കറുപ്പാ. പിന്നെ നിങ്ങൾക്ക് വേണ്ടത് എടുക്കേ. പിന്നെ ചേച്ചിന്റെ 2 മക്കൾക്കും ഹേബുനും യൂബിക്കുട്ടിക്കും അനുസരിച്ചുള്ള നിങ്ങൾ എടുക്കുക കേട്ടാ. ആ, അവർക്ക് വേണ്ട എടുക്കേ. ഞാൻ പോകാൻ വിചാരിച്ച, ഞാൻ വരുന്നില്ല. നിങ്ങൾ ഇന്ന് എടുത്തുകൊണ്ടുവന്നാ എനിക്ക് നാളെ രാവിലെ കൊണ്ട് കൊടുക്കാം ഡ്രസ്സ്. ആ, നിങ്ങൾ എടുത്തിട്ട് വന്നാ. പിന്നെ ഇവിടെ കുറച്ച് ആള് വേണ്ട, കുറച്ച് പണിയുണ്ട് ഇവിടെ കേട്ടോ. ജാനയിൽ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കട്ടെ ഞാൻ എന്നാ. പിന്നെ പോവാൻ വൈകിക്കണ്ട. അമ്മേ, ആ, നിങ്ങൾ എത്തിയോ? അല്ല, എനിക്ക് ഏത് കളർ അടുത്ത്? നിങ്ങൾക്ക് ഏത്? വൈറ്റ്. എനിക്ക് വൈറ്റ് വേണ്ടേ, ബ്ലാക്ക് മതി. അച്ഛന് 2 എടുത്തിട്ടുണ്ട്, വൈറ്റും എടുത്തിട്ടുണ്ട്, ബ്ലാക്കും എടുത്തിട്ടുണ്ട്. നോക്കമ്മേ, അമ്മയ്ക്ക് സെറ്റ് സാരി എടുത്തു കേട്ടോ. ഓറഞ്ച് കളർ ഇഷ്ടമാണോ? നോക്കട്ടെ മോളെ, എന്റെ സാരി. ആ, നല്ല രസമുണ്ടല്ലോ. നല്ല ഇഷ്ടമുള്ള കളറാ എനിക്ക്. ഇതെങ്ങനെ മനസ്സിലായി? അമ്മന്റെ ഇഷ്ട കളറ് ഇഷ്ട. അല്ല, മക്കൾക്ക് എടുത്തോ ഡ്രസ്സ്? ചേച്ചിന്റെ മക്കൾക്ക്? ഓ അമ്മേ, മക്കൾക്കൊക്കെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കൊടുത്തിട്ട് വരണം വേഗം. ആ അമ്മ, ഞാൻ ഏട്ടന് ചുമപ്പ് എടുത്ത. രസമുണ്ടോ? ഇവൻ ഇങ്ങനത്തെ ഒരു കളർ ഉണ്ടല്ലോ അല്ലേ മോനെ? എനിക്ക് അതുപോലെ തോന്നുന്നത്. ആണോ? ആ, എന്നാ പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തുണിയില്ലേ? നല്ല രസമുണ്ട്. തുണിക്കിലുണ്ട് കേട്ടോ മക്കൾക്കുള്ളത്. അതെ അതെ. ആ, ഓ, ഇത് അച്ഛന്റെ കറുപ്പ്. ശരി ശരി മോളെ, എന്നാ ഞാനേ ഇതുകൊണ്ട് കൊടുത്തിട്ട് വരണം. ആ, എന്നാ ആയിക്കോട്ടെ. ഞാൻ എടുത്ത് വെക്കട്ടെ. ആ, ഞാൻ പറഞ്ഞില്ല അമ്മയ്ക്ക് ഓറഞ്ച് കളർ ഇഷ്ടപ്പെടുന്നു. ഞാൻ വിചാരിച്ച അമ്മയ്ക്ക് ഒരു കറുപ്പ് കളർ എടുക്കാനെന്ന്. അതാകുമ്പോ അച്ഛനും അമ്മയ്ക്ക് മാച്ച് ആവുമല്ലോ. അമ്മയ്ക്ക് കറുപ്പ് കളർ ഇഷ്ടമല്ല. അമ്മ എപ്പോഴും പറഞ്ഞിട്ടില്ല, അച്ഛനെ തന്നെ കറുപ്പ് ഇടുന്നതിന് അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നു. അതെന്താ, നല്ല കളറല്ലേ കറുപ്പ് മാച്ച്. ഇറങ്ങ മക്കളെ, ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ. മൃദു, പിന്നെ
ജാനകിനെ കൊണ്ട് മേലെയൊക്കെ ഒന്ന് തുടയ്ക്കാൻ പറയട്ടെ ജനലൊക്കെ. ഞാൻ ജനച്ചോട് പറയാം, നിങ്ങൾ പോയിട്ട് വരി. ഇറങ്ങ. ഉത്രാടമായിട്ട് എന്തോ ഒരു മഴയാ അത്. ജാനകി എവിടെ പോയി? ആ ജാനകി എവിടെയാ? ആ ചേച്ചി, പിന്നെ ഈ തുണികളെ കൊടുത്തൊന്ന് മേലെ ഇടണേ. ആ ആ മേലെ ഒന്ന് അടിച്ചു വാരി തുടയ്ക്കും വേണം കേട്ടോ. മക്കളെന്ന് വരുന്നുണ്ട്, മോളും കുട്ടികളൊക്കെ. പിന്നെ കിച്ചണിലേ മൃദു കുറച്ച് സഹായിച്ചു തരും കേട്ടോ. ഒന്ന് വേഗം നോക്കണേ അടുക്കളയിൽ പണി. ശരി. ജാനേച്ചി കറി ഉണ്ടാക്കാൻ തുടങ്ങിയോ? ആ കറി ഉണ്ടാക്കാൻ തുടങ്ങി മോളെ. അവിയലും പച്ചടിക്കൊക്കെ അടുപ്പത്ത് വെച്ചിരിക്കുന്നു. ആ ജാനകി, ഈ തുണി ഞാൻ ഇവിടെ ഇടുന്നുണ്ട് കേട്ടോ. അതെ മിഷനിലിടണ്ട, അവിടെ ഒന്നും സോപ്പ് പൊടിലിട്ട് അലക്കി ഇടും കേട്ടോ മേലെ തന്നെ. ആ പിന്നെ നീ നാളെയും മറ്റന്നാളും വരണ്ട. തിരുവോണത്തിന് അതിന് പിറ്റേ ദിവസം വരാം. 2 ദിവസം ലീവ് എടുത്തോ. മോളൊപ്പം നിനക്ക് 2 ദിവസം സന്തോഷത്തിലിരിക്കാലോ കേട്ടോ. ആ ചേച്ചി. ആ മോളെ, ആ അമ്മ വരാം ഇപ്പൊ വരാം. പൈസയോ ഞാൻ എങ്ങനെയാ ഇവിടെ ചോദിക്കുക മോളെ? എന്തായാലും ബന്ധിച്ചൊന്നും തരാതിരിക്കില്ല എന്ന് വിചാരിക്കും. ശരി അമ്മ, ശരി. മോളെ, അമ്മ എവിടെ? അമ്മ മേലെ ഫോൺ ചെയ്യാ. ജാനേച്ചി പോകുന്നില്ലേ? ആ ആ ആ അത് ശരി. ആ എപ്പോഴെങ്ങോട്ട് വരിക? ആണോ? 2 ദിവസം അമ്മ എന്നെ വരണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. ആണോ? ആ അതെന്താ അറിയോ, ഞാൻ അങ്ങ് പോകൂലേ നാളെ. പിന്നെ അമ്മ ചേച്ചിന്റെ അവിടെ ആയിരിക്കും, അതായിരിക്കും 2 ദിവസം വരണ്ടാന്ന് പറഞ്ഞേ. നാളെ ഓണല്ലേ, ചേച്ചി പൊക്കോ. ആ ശരി. ഇതിനിപ്പോ ആരോടെ വാങ്ങിക്കുക? ഇവിടെ ചോദിച്ചു വാങ്ങാനും പറ്റില്ല, കൊടുക്കാനുണ്ട് ഇഷ്ടം പോലെ പൈസ. വഞ്ചിച്ച് വന്നെങ്കിൽ എന്തെങ്കിലും തരുമായിരുന്നു. എപ്പോഴും ഇങ്ങനെ വെറും കൈയോടെ അയക്കലില്ല. ഇനിയിപ്പോ 2 ദിവസം വരണ്ടെന്നും പറഞ്ഞ് ഒരു 500 രൂപയെങ്കിലും കിട്ടിയതാണെങ്കിൽ. ഏകദേശം ഇവിടെ ഉണ്ടോ? സമയം ഇത്രയായില്ലേ? സമയം പോയിന്ന് അറിഞ്ഞില്ല. മോളെ, ജാനകി എവിടെ? ജാനേച്ചി പോയല്ലോ അമ്മേ. പോയോ? ഇപ്പൊ കുറച്ചേരത്തെ പോയുള്ളൂ. അപ്പൊ എന്തിനു കൊടുത്തു ഇവിടുന്ന്? ഇല്ല. അയ്യോ, ഞാൻ അവൾക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ അറിഞ്ഞില്ലല്ലോ അമ്മേ. ഞാൻ പോവാൻ പറഞ്ഞു, 2 ദിവസം വരണ്ടാന്ന് പറഞ്ഞു. അവളുടെ ഫോൺ ഉണ്ടോ എന്തോ? ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ചെറിയ ഫോൺ, അതിൽ എന്നും ചാർജും ഉണ്ടാവില്ല. എന്തൊക്കെയോ പറയണല്ലേ മോളെ, മഴയായിട്ട് റേഞ്ച് ഇല്ല തോന്നുന്നു അവിടെ. കുഴപ്പമില്ല അമ്മേ, ഞാൻ ഏട്ടനും കൊണ്ട് കൊടുക്കാം. എന്നാല് എനിക്കറിയില്ല നിങ്ങൾ ഈ സാധനം കൊടുക്കുന്ന കാര്യം. അല്ലാണ്ട് ജാനി പോകുന്നുണ്ടല്ലോ, നീ ഒന്നും കൊടുത്തില്ല? ഇല്ലച്ചാ, എന്നോട് പോട്ടേന്ന് ചോദിച്ചു, ഞാൻ പൊക്കോളാൻ പറഞ്ഞു. എനിക്കറിയില്ലല്ലോ നിങ്ങൾ ഇത് കൊടുക്കുന്ന കാര്യം. ഇല്ല, ഞാൻ അറിയുന്നില്ല. ഞാൻ മേലെയായിരുന്നു. ഇപ്പൊ എന്ത് ചെയ്യും? ഒന്നും കൊടുത്തിട്ടില്ല. അവൾ എന്താ വിചാരിക്കുക? 2 ദിവസം വരണ്ടാന്നും പറഞ്ഞു. അത് നാളെ വന്ന് എന്തെങ്കിലും കൊടുക്കാൻ പറയും. അതുമില്ല. ഇനി 10 ദൂരം ഇത്രയും സാധനങ്ങൾ ഞാൻ എങ്ങനെ കൊണ്ടുപോകാനാ? ഇനിയിപ്പോ എന്താ ചെയ്യാ? മോൻ പറ്റേ അഞ്ച് കൊടുത്തുവിടാ. മോൻ വന്നിട്ട് രാവിലെ പോയതാ പിള്ളേരുടെ കൂടെ. എനിക്കറിയില്ല പാവം. ഞാൻ എത്ര പ്രാവശ്യം വിളിച്ച് ഫോൺ കൊടുക്കുന്നില്ല. നോക്കട്ടെ, എന്തെങ്കിലും ചെയ്യാം. ഓനെ, ഞാൻ എങ്ങനെ എന്റെ മോളുടെ മുൻപിൽ വെറും കൈയോടെ പോകും? അവളോട് കാത്തിരിക്കില്ല എന്തെങ്കിലും കൊണ്ടുവരുന്ന് പറഞ്ഞിട്ട്. എന്താ ചേച്ചിയെ? ഷൈമ, ഒരു 500 രൂപയുണ്ടെങ്കിൽ തരുമോ? അത് വഞ്ചിച്ച് മേലെ സംസാരിച്ച് നിൽക്കുകയായിരുന്നു തോന്നുന്നു. ഞാൻ ചോദിച്ചില്ല. കുറെ പൈസ കൊടുക്കാനും ഉണ്ട്. ആ മോൾക്കൊരു ഡ്രസ്സ് കൊടുത്ത് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. നാളെ തിരുവോണമല്ലേ. അയ്യോ ചേച്ചി, പൈസ ഒക്കെ എടുത്തു പോയി, സാധനങ്ങളൊക്കെ വാങ്ങിപ്പോയി. ഒന്നുമില്ലല്ലോ കയ്യില്. ആ എന്നാ ശരി. അമ്മ എന്താ മിണ്ടാതെ വരുന്നേ? മനചേച്ചി ഒന്നും തന്നില്ലേ? ഞാൻ കാത്തിരിക്കായിരുന്നു. മനചേച്ചി അവിടെ ഇല്ല മോളെ. ഉണ്ടെങ്കിൽ ചേച്ചി എന്തെങ്കിലും തരുമായിരുന്നു. ഇനിയിപ്പോ 2 ദിവസം അമ്മനെ വരണ്ടാന്നും പറഞ്ഞു പണിക്ക്.
അമ്മ എങ്ങോട്ടാ സാധനങ്ങളൊക്കെ ആയിട്ട്? മോനെ ജാനേച്ചി ഇതൊന്നും കൊണ്ടുപോകാണ്ട് പോയിരിക്കുന്നു. ഞാനിപ്പോ എങ്ങനെ കൊണ്ടുപോകാൻ നിൽക്കുക? അമ്മ എവിടെ വെച്ചാൽ ഞാൻ കൊണ്ടേ കൊടുത്തോളാം. ആ സമാധാനം, അണ്ണ മോനെ കൊണ്ട് കൊടുക്ക്. വെറുതെ വയ്യാണ്ട് വെറുതെ. ആ നല്ല വെയിറ്റ് ഉണ്ട്. പിന്നെ അവർക്കൊക്കെ ഞാൻ ഡ്രസ്സ് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. കുഴപ്പമില്ല, ഞാനും വെറുതെ കൊണ്ടേ കൊടുക്കും. അന്ന് 2 കൂടെ കൊടുക്കണേ മോനെ. അവിടെ വെച്ചമ്മ. വേണം, എനിക്ക് ഓണക്കോടി വേണം അമ്മ, എനിക്ക് ഡ്രസ്സ് വേണം, എനിക്ക് ഓണക്കോടി വേണം. ഞാനിപ്പോ ചോദിച്ചിട്ടില്ല ഇന്ന് വെച്ചില്ല ഇവിടെ. ജാനേച്ചി ഞാനിച്ചില്ലത്. നിങ്ങളാ സാധനം എടുത്തോളൂ. അയ്യോ, വനചേച്ചിന്റെ മക്കളാണല്ലോ. എന്താ മക്കൾ ഇവിടെ? ജാനേച്ചി, എനിക്ക് അറിയില്ലായിരുന്നു അമ്മ സാധനങ്ങൾ വാങ്ങി വെച്ചത്. അതാ ഞാൻ ആ സാധനങ്ങൾ എടുത്ത് കൊണ്ടുവന്നതാ. എന്തിനാണോ മോളെ? ഓണല്ലേ ചേച്ചി, നാളെ ഡ്രസ്സൊക്കെ അമ്മ വാങ്ങി വെച്ചിട്ടുണ്ട്. അത് ഞാൻ അങ്ങോട്ട് വെക്കട്ടെ. മോനെ എടുത്തിട്ട് വാ പൊന്നു, നിനക്ക് ഡ്രസ് സന്തോഷായോ? അയ്യോ മോനെ, എത്രയും കഷ്ടപ്പെട്ടിട്ട് ഇതെല്ലാം ഏറ്റ് എത്ര സാധനങ്ങളാ കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ എന്നിട്ട് ഇവൾക്കിപ്പോ നാളെ ഇനി അങ്ങോട്ടേക്ക് വരാന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു. തീർച്ചയായും അങ്ങോട്ട് വരണം ഓണത്തിന്. മക്കള് ചായ എന്തെങ്കിലും കുടിക്കണോ? വേണ്ട ചേച്ചി, ഞങ്ങൾ തിരക്കുണ്ട്, കുറച്ച് സ്ഥലങ്ങളിൽ പോവാൻ. ആയിക്കോട്ടെ, ഇവിടെ ഒന്നും കേറാൻ പറ്റില്ല, ആകെ ഇതായി മഴയൊക്കെ കുഴപ്പമില്ല, നാളെയും വരാലോ. ശരി എന്നാ ജാനേച്ചി, ഞങ്ങൾ പോട്ടെ. ഞങ്ങൾക്ക് വേറെ സ്ഥലത്ത് പോവാനുണ്ട്. പോകുന്ന വഴിക്ക് കയറിയതേ. അന്ന് ആയിക്കോട്ടെ മക്കളെ. ശരി. ശരി. നോക്കുമ്പോ എന്തൊക്കെയാ കൊണ്ടുവന്നിരിക്കുന്നെന്ന്. അയ്യോ, അമ്മയ്ക്ക് മാക്സി, മോൾക്ക് ഡ്രസ്, ഇതാ. സന്തോഷമായില്ലേ? ഞാൻ വരും വഞ്ചിഷി അവിടെ ഇല്ലായിരുന്നു മോളെ, എന്റെ മേലെയായിരുന്നു. അവർ സംസാരിച്ച് നിൽക്കായിരുന്നു. പിന്നെ അമ്മ അങ്ങനെ വന്നത് ഇറങ്ങിയിട്ട്. നമ്മുടെ കൂടെ ദൈവം ഉണ്ട് മോളെ. ഇതിലെന്തൊക്കെയാ? ഇതാ കടല, പരിപ്പ്, ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് മോളെ. എന്റെ മോൾക്ക് സന്തോഷമായില്ലേ ഇപ്പൊ? നമ്മുടെ താഴ്ച മാറും